നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ചിത്രം, അതായത് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം ഒരു സ്വാതന്ത്ര്യദിനവുമായി, നമുക്കറിയാം 79ാമത് സ്വാതന്ത്ര്യദിനം ആണ് നമുക്ക് കഴിഞ്ഞു പോയത്. ആ സ്വാതന്ത്ര്യദിനത്തെ നമ്മളെ ഓരോ ഭാരതീയനെയും സംബന്ധിച്ചിടത്തോളം ഓരോ സ്വാതന്ത്ര്യ ദിനവും നമുക്ക് നമ്മുടെ പൂർവികരെ, അതായത് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ ഓർക്കുന്നതിന് വേണ്ടിയിട്ടും അവർ ചെയ്തു പോയ, നമുക്ക് വേണ്ടി എടുത്തിട്ടുള്ള ത്യാഗപൂർണമായ ജീവിതത്തെക്കുറിച്ചൊക്കെ ഒന്ന് സ്മരിക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ തന്നെയാണ് നമ്മൾ പലപ്പോഴും ആ സ്വാതന്ത്ര്യ ദിനം എന്ന് പറയുന്നതിനെ നമ്മൾ ഓർക്കാറുള്ളത്. അത് ഓരോ കാലഘട്ടത്തിനനുസരിച്ചും മാറലൊന്നുമില്ല, അതെല്ലാ കാലഘട്ടത്തിലും ഒരേപോലെ ആയിരിക്കും. അതിനുള്ളിലൊരു രാഷ്ട്രീയ ഭേദമൊന്നും നമ്മൾ കൊണ്ടൊന്ന് കൂട്ടിക്കലർത്താറില്ല, അല്ലെങ്കിൽ രാഷ്ട്രീയമായ കൂട്ടിച്ചേർക്കലുകളും സാധാരണഗതിയിൽ ഒരു ഇന്ത്യക്കാരൻ നടത്താറില്ല, ചരിത്രബോധമുള്ള ഒരു ഇന്ത്യക്കാരൻ നടത്താറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം അതിന് അത്രത്തോളം പ്രാധാന്യമുണ്ട് നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിന്. ഏകദേശം 2 നൂറ്റാണ്ട് കാലം അടിമപ്പെട്ട് കിടക്കേണ്ടി വന്ന, എല്ലാ തരത്തിലും നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടുപോകുന്ന ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം നമ്മുടെ തലയ്ക്ക് മേലെ അടിച്ചേൽപ്പിക്കുകയും നമ്മുടെ രാജ്യങ്ങളെ തമ്മിൽ ഭിന്നിപ്പിച്ചുകൊണ്ട് നമ്മളെ ഐക്യമില്ലാത്തവരാക്കി മാറ്റുകയും ചെയ്തുകൊണ്ട് നമ്മുടെ മേൽ അധികാരം സ്ഥാപിക്കാൻ ശ്രമിച്ച ഒന്ന് തന്നെയാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത്, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇവിടെ കച്ചവടക്കാരായി വന്ന് ഒടുവിൽ ഇതിനെ നമ്മുടെ രാജ്യത്തെ പിടിച്ച് എടുത്തുകൊണ്ട് നമ്മുടെ സ്വാതന്ത്ര്യങ്ങളെ എല്ലാം ഹനിക്കുന്നു. ആ ഒരു തലത്തിലേക്ക് പോയപ്പോൾ ഇവിടെ കുറേയധികം ധീരദേശാഭിമാനികൾ ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്കറിയാം, മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ഒരു വ്യക്തി നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള സത്പ്രവർത്തികളെ കുറിച്ച് നമ്മൾ എപ്പോഴും ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മൾ സ്മരിക്കാറുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ രാജ്യത്തിനുണ്ടാകുന്ന നമ്മുടെ ധീരദേശാഭിമാനികൾ ആരൊക്കെ ഉണ്ടോ അവരെയൊക്കെ നമ്മൾ സ്മരിക്കാറുണ്ട്. കാർഗിൽ യുദ്ധകാലത്തും അതോടൊപ്പം തന്നെ അങ്ങനെ നിരവധി യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുമൊക്കെ വീരചരമം പ്രാപിച്ചിട്ടുള്ള, വീരമൃത്യു വരിച്ചിട്ടുള്ള നമ്മുടെ ജവാന്മാരെ അടക്കം നമ്മൾ സ്മരിക്കുന്ന ഒരു ദിവസമാണ് അക്ഷരാർത്ഥത്തിൽ സ്വാതന്ത്ര്യ ദിനം എന്ന് പറയുന്നത്. അതാണ് നമ്മൾ നേടിയെടുത്തത്. എന്നാൽ പെട്രോളിയം മന്ത്രാലയം ഒരു കുറിപ്പ് പുറത്തുവിട്ടു, ഒരു പോസ്റ്റർ പുറത്തുവിട്ടിരുന്നു. ആ പോസ്റ്ററിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, ഒന്ന് വീർ സവർക്കർ എന്ന് പറയുന്ന ഒരാളെ കാണാം. 1, 2 ഞാൻ പറയുകയാണ്. 2 മഹാത്മാഗാന്ധിയുണ്ട്, 3 നമ്മുടെ നേതാജിയുണ്ട്, 4 ഭഗത് സിംഗുമുണ്ട്. ഇങ്ങനെ ഇത്രയും 4 ചിത്രങ്ങൾ വെച്ചിട്ടാണ് അവരൊരു സ്വാതന്ത്ര്യ ദിനത്തിന് വേണ്ടിയിട്ട് അവർ പുറത്തേക്ക് വിട്ട ഒരു പോസ്റ്റർ. അതങ്ങനെയാണ്, ആ തലത്തിലാണ്. എത്രയേറെ ചരിത്രം നമ്മൾ പഠിച്ചാലും, എത്രയേറെ ചരിത്രങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചാലും ഗാന്ധിജിക്ക് മേലെയാണോ അക്ഷരാർത്ഥത്തിൽ വീർ സവർക്കർ എന്ന് പറയുന്ന മാപ്പെഴുതി കൊടുത്തിട്ട് ആൻഡമാൻ ജയിലിൽ നിന്ന് പുറത്തേക്ക് വന്ന് ബ്രിട്ടീഷുകാരുടെ കാലുതിരുമികളായി മാറിയ വീർ സവർക്കറുടെ സ്ഥാനം ഗാന്ധിജിക്ക് മുകളിലാണോ? നമുക്കറിയില്ല. ചരിത്രത്തിന്റെ ഒരു ഭാഗത്തും വീർ സവർക്കർ എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടി, രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല, എങ്ങനെ നമ്മൾ കേൾക്കുന്ന പോലുമില്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന്റെ, ജനാധിപത്യ മതേതര രാഷ്ട്രത്തിന്റെ ആ ഒരു പേരിനോടൊപ്പം, അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യ ദിനത്തിനോടൊപ്പം ഈ ഗാന്ധിജിക്ക് മേലെ എങ്ങനെയാണ് വീർ സവർക്കർ എന്ന് പറയുന്ന ഒരാളുടെ ചിത്രം വരുന്നത്? മാപ്പെഴുതി കൊടുത്തിട്ടുണ്ട്, മാപ്പെഴുതി കൊടുത്തിട്ടാണ് പുറത്തേക്ക് വരുന്നത്. അതായത്, സർക്കാർ അപാരമായ ദയാവായ്പിനാൽ എന്നെ മോചിപ്പിച്ചാൽ ഭരണഘടനാപരമായ പുരോഗതി ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ശക്തനായ വക്താവായി മാറും എന്നായിരുന്നു മാപ്പപേക്ഷയിൽ കൊടുത്തിരുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗം. അദ്ദേഹത്തിന്റെ മാപ്പ് എഴുതി കൊടുക്കുന്നതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഉണ്ടായിരുന്നു. അതായത് ഏത് സർക്കാരാണെന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷ് സർക്കാരാണ്. ഇവിടെ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന ബ്രിട്ടീഷ് സർക്കാരിന്റെ പൂർണ്ണമായും വിധേയപ്പെട്ട് ജീവിച്ചു കൊള്ളാം. എന്തിനാൽ എന്നെ അപാരമായ ദയാവായ്പിനാൽ മോചിപ്പിച്ചാൽ, നിങ്ങളുടെ ദയവുണ്ട് എന്നെ ഇവിടുന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് എന്നെ ഇവിടുന്ന് ഈ ജയിലിൽ നിന്ന് എന്നെ മോചിപ്പിച്ചാൽ ഞാൻ എങ്ങനെയെങ്കിലും നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും പിന്തുണയായി നിങ്ങളുടെ അടിമപ്പെട്ട് ഞാൻ ജീവിച്ചോളാം എന്ന് ബ്രിട്ടീഷ് സർക്കാരിനോട് പറയുന്നതാണ്. അല്ല, നമ്മുടെ കേന്ദ്ര സർക്കാരിനോടല്ല, ജവഹർലാൽ നെഹ്റുവിന്റെ സർക്കാരിനോടല്ല പറയുന്നത്. നമ്മൾ ഒന്നുകൂടെ പരിശോധിച്ചാൽ ഇതിനകത്ത് ജവഹർലാൽ നെഹ്റു എവിടെ എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും. ആ ജവഹർലാൽ നെഹ്റു ഇല്ല. അത് ആ ചിത്രത്തില് ജവഹർലാൽ നെഹ്റു ഒന്നും സ്വാതന്ത്ര്യത്തിൽ പങ്കെടുത്തിട്ടില്ല എന്നാണോ ഈ പറയുന്ന BJP-ക്കാർ വിചാരിച്ചിരിക്കുന്നത്? സുരേഷ് ഗോപിക്ക് അറിയില്ലേ ഇതൊക്കെ? സുരേഷ് ഗോപി ഒന്നുമില്ലേ, കുറച്ചു കാലം വിദ്യാഭ്യാസം ചെയ്ത ഒരാളല്ലേ? സുരേഷ് ഗോപിക്ക് പോലും അറിയില്ല. സുരേഷ് ഗോപി പെട്രോളിയം സഹമന്ത്രിയാണ്, നമുക്കറിയാം. അല്പം ചരിത്രബോധം എവിടെയെങ്കിലും ഉള്ളിലുണ്ടെങ്കിൽ ഇങ്ങനെയൊരു പോസ്റ്റർ പ്രചരിക്കില്ല പെട്രോളിയം വകുപ്പിന്റെ കീഴിൽ. അത് പിന്നെ മേലിരിക്കുന്ന BJP-ക്കാരുടെ കാര്യം വിട്ടേക്കൂ, കാര്യം അവർക്ക് ഈ ചരിത്രബോധവും ഇല്ല. കാര്യം നമുക്കറിയാം, ഗോൾവർക്കർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ശരീരത്തിന്റെ ആരോഗ്യമൊന്നും നിങ്ങൾ വെറുതെ കളയരുത് എന്നാ പറയുന്നത്. നിങ്ങൾ ആ സമയം കൊണ്ട് മതപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കൂ.
ഇനി ഗാന്ധിജിയോടൊപ്പം വെക്കാൻ പറ്റിയ ചിത്രമാണോ സവർക്കറുടെ? അല്ലേ അല്ല. ഗാന്ധിജിക്കൊപ്പം ഒരിക്കൽ പോലും വെക്കാൻ പാടില്ലാത്ത ഒരു ചിത്രമാണ് സവർക്കറുടേത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല സവർക്കർ എന്നുള്ളത് മറ്റു ഒരു കാര്യം, അതവിടെ നിൽക്കട്ടെ. എന്നാൽ എന്തുകൊണ്ട് ഗാന്ധിജിക്കൊപ്പം വെക്കാൻ പാടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗാന്ധിജിയെ കൊന്നവരുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് വീർ സവർക്കർ എന്ന് പറയുന്ന ആള്. വീർ സവർക്കർ എന്നൊക്കെ വെറുതെ പറയുന്ന, അത് ഇവര് പിന്നീട് കൂട്ടിച്ചേർത്താണ് വീർ സവർക്കർ എന്നൊക്കെ RSSകാര്. ഗാന്ധിജിയെ കൊന്ന ആളിനെ തന്നെ ഗാന്ധിജിയുടെ ഒപ്പം പ്രതിഷ്ഠിക്കാൻ എങ്ങനെ ഈ RSSകാർക്ക് മനസ്സ് വന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ പോട്ടെ, ഈ പറയുന്ന ഒരു ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിന്റെ ഭാഗമായുള്ള പെട്രോളിയം വകുപ്പിന് എങ്ങനെ സാധിച്ചു എന്നുള്ളതാണ് മനസ്സിലാവാത്തത്. സുരേഷ് ഗോപിക്ക് എങ്ങനെ സാധിച്ചു? സാധിക്കുമല്ലോ, സുരേഷ് ഗോപി പണ്ടേ കൈവിട്ടു പോയ ആളാണ്. അങ്ങനെ വീർ സവർക്കറുടെ ചിത്രം, ഈ വീർ സവർക്കറുടെക്കെതിരായി മതിയായ തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് വെറുതെ വിട്ടിരുന്നു കോടതി. പക്ഷേ ഈ പറയുന്ന കപൂർ കമ്മീഷൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് വീർ സവർക്കർ അതിനകത്ത് പങ്കാളിയാണ്, ഗാന്ധിവധവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പങ്കുണ്ട് എന്ന് കൃത്യമായി കപൂർ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്വേഷണം നടത്തിയിട്ട്. ഇതൊന്നും ഇപ്പോ സുരേഷ് ഗോപിക്കോ അല്ലെങ്കിൽ കേന്ദ്ര പെട്രോളിയം വകുപ്പിനോ ഒന്നും യാതൊരു തരത്തിലും ബാധകമല്ല. കാരണം എന്താണ്? അവർക്ക് ഗാന്ധിജിയെ പോലെ തന്നെയാണ് വീർ സവർക്കർ. എന്ന് വെച്ചാൽ ഗാന്ധിജിയെ പോലെ എന്നല്ല, ഗാന്ധിജിക്കും മേലെയാണ് വീർ സവർക്കർ എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. ഇങ്ങനെയാണ് ഇന്ത്യയുടെ ദേശീയ ദിനം എന്ന് തന്നെ പറയാം, ഏറ്റവും പ്രാധാന്യമുള്ള ദിനം. ആ ദിവസത്തിൽ ഒരു സർക്കാർ പുറത്തുവിട്ട ഒരു ചിത്രം ഇങ്ങനെയാണ്. വേണ്ടപ്പെട്ടവരാരുമില്ല. ഭഗത് സിംഗ്, ഇറ്റ്സ് ഓക്കെ. കാരണം എന്ന് വെച്ചാൽ ഭഗത് സിംഗ് ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്. വളരെ ചെറുപ്പകാലങ്ങളിൽ ഞാൻ തോക്കുകളാണ് കുഴിച്ചിടുന്നത് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. തോക്കുമരം ഞാൻ കുഴിച്ചു വെക്കുന്നു. കാര്യം എന്താണ്? ബ്രിട്ടീഷുകാർക്കെതിരെ പോരടിക്കാൻ വേണ്ടി എന്ന് ചെറുപ്പകാലത്ത് പറഞ്ഞുകൊണ്ട് ഇൻക്ലാബ് സിന്ദാബാദ് വിളിച്ചുകൊണ്ട് അദ്ദേഹം കഴുമരത്തിലേക്ക് ജീവൻ വെടിഞ്ഞാണ് കഴുമരത്തിലേറിയിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവരുടെയൊക്കെ ചിത്രങ്ങൾ ശരിക്കും പറഞ്ഞാൽ അതൊക്കെയാണ് വെക്കേണ്ടിയിരുന്നത്. ഗാന്ധിജിക്കൊപ്പം ഒരിക്കൽ പോലും ചരിത്രപരമായ തെറ്റ്, ചരിത്രപരമായ പാപം എന്നൊക്കെ പറയേണ്ടി വരും ഗാന്ധിജിക്കൊപ്പം ഈ വീർ സവർക്കറെ വെക്കുന്നത്. അപ്പം ഈ സുരേഷ് ഗോപിക്ക് പോലും അതിന് നാനാഭാഗത്ത് നിന്നും, ഈ സുധാമേനോൻ അടക്കമുള്ളവർ ഫേസ്ബുക്കിൽ അതിനെക്കുറിച്ച് വളരെ കാര്യമായ രീതിയിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊന്നും ശരിയായ നടപടിയല്ല എന്നുള്ളതിനെ കുറിച്ച്. കാര്യം വീർ സവർക്കർ എന്ന് പറയുന്ന ഒരാൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഒരു കുന്തവും ചെയ്തിട്ടില്ല എന്നുള്ളത് ചരിത്രപരമായ സത്യമാണ്. ആ ചരിത്രപരമായ സത്യത്തെ മറച്ചു വെക്കാൻ, അല്ലെങ്കിൽ ഞങ്ങളൊക്കെ RSSകാരൊക്കെ ശരിക്കും ഇതിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇപ്പോ പുതിയ ചരിത്രപരമായ വിഡ്ഢിത്തങ്ങൾ വിളമ്പിക്കൊണ്ടാണ് ശരിക്കും RSSും BJPയും രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, രാജ്യത്തെ കീഴടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.